CM മടവൂരിനെ കുറിച്ച് AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത്ര ഉറുപ്പിക ഇത്ര അണ ഇത്രയാന്ന് ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല. വലിയ സംഖ്യ ഒന്നുമില്ല. ഒരു 4000-ൽ പരം ഉറുപ്പിക. അത് വലിയ കടാണ്. അന്ന് നമുക്ക് വലിയ കടന്നല്ല. 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും. നിങ്ങൾക്ക് കടമുണ്ട്, കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. മുസ്ലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹുവാണെന്ന്. ചില കാര്യങ്ങൾ അല്ലാഹു നിയന്ത്രിക്കാൻ CM മടവൂരിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സമസ്തക്കാർ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു, എല്ലാം നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന്. എന്നാലും മുസ്ലിയാക്കന്മാർ മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗവുമായി ചില ആയത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കുന്ന രീതിയിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അതിൽ തന്നെ CM മടവൂരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നൽകുന്നത് എന്ന് പറയുമ്പോൾ മക്ക മുശ്രിക്കുകൾ പോലും ഭക്ഷണം നൽകുന്നതും മഴ നൽകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അള്ളാഹുവാണെന്ന് വിശ്വസിച്ചു പോരുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവരെക്കാൾ അധപ്പതിക്കുന്ന രീതിയിൽ ഇപ്പോഴുള്ള മുസ്ലിയാക്കന്മാർ ബഹുദൈവാരാധനയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുക, ഇതര മതസ്ഥരോട് ആരാധനപരമായി യോജിക്കാതിരിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലാഹു തആല നൽകിയ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് തിരിച്ചറിവ് നൽകിയ അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ മതത്തെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ മതത്തെ മനസ്സിലാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധാപൂർവം ബുദ്ധിപൂർവം പരിശ്രമിക്കുക എന്നല്ലാതെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മാത്രം വില നൽകിക്കൊണ്ടിരിക്കുന്ന, നിറം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മതത്തെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അദ്ദേഹം പറയുന്ന ആ പച്ചക്കളവിനെ ന്യായീകരിക്കാനും തൻ്റെ അനുയായികളുടെ മനസ്സിലേക്ക് ആഴത്തിലിറക്കാനും വേണ്ടി പരിശുദ്ധനായ അള്ളാഹുവിനെ പോലും പരിഹസിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന വാക്കിനെ അദ്ദേഹത്തിൻ്റെ ആ പച്ചക്കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു. അണയാണെന്ന് ഇത്ര ഉറുപ്പിക ഇത്ര അണ ഇത്രയാന്ന് ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല. വലിയ സംഖ്യ ഒന്നുമില്ല. ഒരു 4000-ൽ പരം ഉറുപ്പിക. അത് വലിയ കടാണ്. അന്ന് നമുക്ക് വലിയ കടന്നല്ല. 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും. നിങ്ങൾക്ക് കടമുണ്ട്, കൂട്ടി നോക്ക്, അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. സഹോദരന്മാര്, ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞ കണക്ക് തന്നെ, ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ
അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ